ലിബറൽ ആർട്സ് ആൻഡ് ദി ക്യാമ്പസ്. എഴുതിയിരിക്കുന്നത് ഡേവിഡ് ഡബ്ല്യു ഓർ. പരിസ്ഥിതി പഠന പ്രൊഫസറും മെഡോ ക്രീക്ക് പ്രൊജക്ടിൻ്റെ സഹസ്ഥാപകനുമാണ് ഡേവിഡ് ഡബ്ല്യു ഓർ. പരിസ്ഥിതിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹം സഹായിക്കുന്നു. പഠനത്തിൽ ചിന്തയും പ്രവർത്തനവും ചേർത്ത് കൊണ്ടുപോകുന്നതാണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു. ഈ എസ്സേ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ എക്കോളജിക്കൽ ലിറ്ററസി, എഡ്യൂക്കേഷൻ ആൻഡ് ദി ട്രാൻസിഷൻ ഓഫ് പോസ്റ്റ് മോഡേൺ വേൾഡ് എന്നതിലെ ദി ലിബറൽ ആർട്സ്, ദി ക്യാമ്പസ് ആൻഡ് ദി ബയോസ്ഫിയർ, എൻ ആൾട്ടർനേറ്റീവ് ടു ബ്ലൂംസ് വിഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന അധ്യായത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. വിദ്യാർത്ഥികൾ യഥാർത്ഥ ലോകത്തെ മനസ്സിലാക്കുകയും പ്രകൃതിയെ പരിചരിക്കുകയും തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണമെന്നാണ് ഓറിൻ്റെ അഭിപ്രായം. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ പരമ്പരാഗത വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണെന്ന ബോധമുണ്ടാക്കുകയും ആരോഗ്യകരമായ ഭൂമിക്കായി നല്ല തിരഞ്ഞെടുപ്പുകൾ ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുകയുമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ലളിതമായി പറഞ്ഞാൽ, പുസ്തകത്തിൽ ഒതുങ്ങിപ്പോകാത്ത വിശാലമായ വിദ്യാഭ്യാസത്തിനായി പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കരുതുന്ന വിദ്യാർത്ഥികളെ വളർത്താനാണ് ഓർ ശ്രമിക്കുന്നത്. കോളേജിൽ പോകുന്നത് പലർക്കും ഒരു വലിയ ചുവടുവെപ്പാണ്. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതിലുണ്ട്. കോളേജ് എങ്ങനെയായിരിക്കണമെന്ന് ഡേവിഡ് ഡബ്ല്യു ഓറിന് രസകരമായ ചില ആശയങ്ങളുണ്ട്. കോളേജ് എന്നത് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുക മാത്രമല്ല, മികച്ചതും കൂടുതൽ സമഗ്രവുമായ ഒരു വ്യക്തിയാകുക എന്നതും ആണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഓറിൻ്റെ അഭിപ്രായത്തിൽ കോളേജിൻ്റെ ദൗത്യം ക്ലാസിക് പുസ്തകങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയോ ഒരു ജോലിക്ക് ആവശ്യമായ കഴിവുകൾ നൽകുകയോ മാത്രമല്ല, സമതുലിതവും സമഗ്രവുമായ ഒരു വ്യക്തിയാകാൻ ഇത് നിങ്ങളെ സഹായിക്കണമെന്ന് അദ്ദേഹം കരുതുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുക മാത്രമല്ല, നിങ്ങളുടെ വികാരങ്ങളെയും കൈകളെയും ബന്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ ബുദ്ധിപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഫീലിംഗ്സ് മറന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ലോകത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നു. വ്യത്യസ്ത തരം വിദ്യാഭ്യാസത്തെ വേർതിരിക്കുന്നതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഓർ സംസാരിക്കുന്നു. പരമ്പരാഗത വിദ്യാഭ്യാസം പലപ്പോഴും ബുദ്ധിപരമായ കാര്യങ്ങളെ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂവെന്നും സാങ്കേതിക വിദ്യാഭ്യാസം പ്രായോഗിക കഴിവുകളെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ചിന്തിക്കാൻ മാത്രം കഴിയുന്ന, പ്രായോഗികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പക്ഷേ എന്തുകൊണ്ടെന്നറിയാത്ത വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതിനാൽ ഈ വേർതിരിവ് നല്ലതല്ലെന്ന് അദ്ദേഹം കരുതുന്നു. ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം ചിന്തയെയും പ്രവൃത്തിയെയും ബന്ധിപ്പിക്കണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സ്കൂളുകൾ എല്ലാം എങ്ങനെ പ്രത്യേക വിഷയങ്ങളായി വിഭജിക്കുന്നു എന്നതാണ് ഓർ കാണുന്ന മറ്റൊരു പ്രശ്നം. യഥാർത്ഥ ലോകത്ത് കാര്യങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാൻ ഇത് ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് അദ്ദേഹം കരുതുന്നു. സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം വിദഗ്ധനാകുന്നത് ഒരു പ്രശ്നമാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത് ആളുകളെ ഒരു കാര്യത്തിൽ വളരെ മികച്ചവരാക്കിയേക്കാം, പക്ഷേ അവർക്ക് വലിയ ചിത്രം നഷ്ടപ്പെടുകയും എല്ലാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാകാതിരിക്കുകയും ചെയ്തേക്കാം. കോളേജ് വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ ലോകം കാണാൻ സഹായിക്കണമെന്ന് ഓർ കരുതുന്നു. അത് അല്പം വെല്ലുവിളി നിറഞ്ഞതാണെങ്കിൽ പോലും. കാലാവസ്ഥാ വ്യതിയാനം, യുദ്ധം, വിശപ്പ്, മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ എത്ര വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോകുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ വെല്ലുവിളികൾ മനസ്സിലാക്കാനും അവരെ നിരാശരാക്കുന്നതിനു പകരം ഒരു നല്ല മാറ്റം വരുത്താൻ തയ്യാറാകാനും പഠിപ്പിക്കണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു സ്ഥലത്ത് നന്നായി ജീവിക്കാൻ നല്ല വിദ്യാഭ്യാസം സഹായിക്കണമെന്ന് ഓർ വിശ്വസിക്കുന്നു. പല വിദ്യാർത്ഥികളും ധാരാളം സഞ്ചരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ അവർ താമസിക്കുന്ന സ്ഥലം മനസ്സിലാക്കാനും പരിപാലിക്കാനും തയ്യാറല്ലെന്നും അദ്ദേഹം കരുതുന്നു. ഒരു താമസക്കാരൻ, താൽക്കാലികമായി എവിടെയെങ്കിലും താമസിക്കുന്ന ഒരാൾ, സ്ഥലത്തെ പരിപാലിക്കുകയും അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്ന ഒരു നിവാസിയായിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായ നിവാസികളായിരിക്കാൻ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം കരുതുന്നു.
വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലങ്ങളായ ക്യാമ്പസുകൾ ഒരു പ്രശ്നമാകുന്നതിനെക്കുറിച്ചും ഓർ സംസാരിക്കുന്നു. മനോഹരമായി കാണുന്നതിലും സൗകര്യപ്രദമായിരിക്കുന്നതിലും പല ക്യാമ്പസുകളും അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പസിൻ്റെ പരിസ്ഥിതിയോട് നിസ്സംഗത പുലർത്താനും സ്ഥലം വൃത്തിയാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കാതിരിക്കാനും പഠിക്കണമെന്ന് അദ്ദേഹം കരുതുന്നു. വിദ്യാർത്ഥികൾ തങ്ങൾ ഉള്ള സ്ഥലത്തെക്കുറിച്ച് പഠിക്കുകയും അത് പാരിസ്ഥിതികമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഓർ കാണുന്ന മറ്റൊരു പ്രശ്നം അനീതി, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പലപ്പോഴും പഠിക്കുന്നു, പക്ഷേ അവയെക്കുറിച്ച് കാര്യമായും ചെയ്യുന്നില്ല എന്നതാണ്. അദ്ദേഹം ഇതിനെ കാപട്യം എന്ന് വിളിക്കുന്നു. അവിടെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം, പക്ഷേ സ്വന്തം പെരുമാറ്റം മാറ്റുന്നില്ല. വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ അവരുടെ മൂല്യങ്ങളെ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാനും നല്ല മാറ്റങ്ങൾ വരുത്താനും പഠിപ്പിക്കണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രായോഗിക കഴിവുകൾ പഠിക്കാനും പല വിദ്യാർത്ഥികൾക്കും അവസരം നൽകുന്നില്ലെന്ന് ഓർ കരുതുന്നു. പ്രായോഗിക കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെയും തിയറിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും പല വിദ്യാർത്ഥികളും ബിരുദം നേടുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ആളുകളുടെ അഭാവത്തിലേക്ക് നയിക്കുന്നതിനാൽ ഇത് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും വലിയ നഷ്ടമാണെന്ന് അദ്ദേഹം കരുതുന്നു. വിദ്യാഭ്യാസം എങ്ങനെ മികച്ചതാക്കാം എന്നതിനെക്കുറിച്ച് ഓറിന് ചില പ്രധാന ആശയങ്ങളുണ്ട്. കോളേജ് പഠനങ്ങൾ പുസ്തകങ്ങളും പരീക്ഷകളും മാത്രമല്ല, ലോകത്തെ മനസ്സിലാക്കുക, അറിവ് ബന്ധിപ്പിക്കുക, ഒരു സ്ഥലത്തെ ഉത്തരവാദിത്വമുള്ള നിവാസികളാകുക എന്നിവയും കൂടിയാകണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പ്രായോഗിക കഴിവുകൾ പഠിക്കാനും പരിസ്ഥിതിയെ പരിപാലിക്കാനും ലോകത്ത് നല്ല മാറ്റങ്ങൾ വരുത്താനും അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ മികച്ച വ്യക്തികളാക്കാനും സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകാനും സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു.